നമസ്കാരം പ്രസിഡന്റ്. ഹാപ്പി ഓണം. ഓ ഇല്ല പരിപാടി ഗംഭീരമായിരുന്നു. നമ്മുടെ വാർഡിലുള്ള എല്ലാവർക്കും കൊടുത്തത്, ഒരു മനുഷ്യനും വിടാതെ എല്ലാവർക്കും ഓണക്കോടിയും ഓണക്കിറ്റും കംപ്ലീറ്റ് സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. പിന്നെ പ്രസിഡന്റിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ഇല്ല, അത് ഞാൻ നികത്തി. ഞാനാ എല്ലാവർക്കും കൊടുത്തത്. ഇനിയിപ്പം സമാപന സമ്മേളനത്തിന്റെ ബക്കറ്റ് പിരിവ് തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ആ ജോർജ് ചേട്ടൻ്റെ കടയിൽ അവിടെ നിന്നാണ് തുടങ്ങിയിരിക്കണേ. അല്ല ഞാനങ്ങോട്ട് ചെല്ലും. ഞാൻ പ്രസിഡന്റിന്റെ വിവരം ഒന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. ശരി എന്നാ, ഓക്കെ. ചേച്ചിയോട് അന്വേഷണം പറഞ്ഞേക്കണേ, നമ്മുടെ ഓണാശംസ പറഞ്ഞേക്കണേ. ഓക്കെ താങ്ക് യു പ്രസിഡന്റ്. ആ വാർഡിന്റെ കാര്യം പേടിക്കണ്ട, അടുത്ത ഇലക്ഷനിൽ മുഴുവൻ വോട്ടും നമുക്ക്. അതെ. എന്നിട്ട് ആ വോട്ട് മേടിച്ചിട്ട് ഇവിടെ കഞ്ഞിക്കലത്തിലിട്ട് നിങ്ങൾ അരി വേവിച്ച് തിന്നുവോ? അല്ല, ആ വോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് പുഴുങ്ങി തിന്നാൻ പോണെന്ന് ചോദിച്ചതാ. എടി, നല്ലൊരു ഓണമായിട്ടെങ്കിലും നിന്റെ വായിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയൂ. നല്ല ഓണം. നിങ്ങളിങ്ങനെ നാട്ടുകാരുടെ കാര്യം, നാട്ടുകാർക്ക് ഓണക്കോടി എടുത്ത് അങ്ങനെ നടന്നോ? ഞങ്ങൾ ഇവിടെ 2 ആത്മാക്കളുണ്ട്, എന്ത് ചെയ്യും? അതും കൂടി ഒന്ന് പറഞ്ഞതാ. നമുക്ക് ഓണം ആഘോഷിക്കാം, കുറച്ച് സാവകാശം വേണം. ഒരാഴ്ച കഴിഞ്ഞ എങ്ങനെ? ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഓണം ആഘോഷിക്കാം. നാളത്തെ ഓണം ഒരാഴ്ച കഴിഞ്ഞിട്ട് ആഘോഷിക്കാന്ന്. അപ്പൊ നിങ്ങളുടെ പാർട്ടിയിലുള്ള എല്ലാവരും ഒരാഴ്ച കഴിഞ്ഞിട്ട് ആഘോഷിക്കണുള്ളൂ? അതുവരെ നമ്മൾ മറ്റുള്ളവരുടെ ആഘോഷത്തിൽ പങ്കുചേരും. നടരാജൻ വിളിച്ചിട്ടുണ്ട്, നമുക്ക് അവന്റെ വീട്ടിൽ കൂടിയാലോ? നോണുണ്ടോ നിങ്ങൾക്ക്? നടരാജന് ഓണസദ്യ ഞാൻ വിളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നീ ഒരു കാര്യം, ഇനി അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നീ കുറച്ച് പൈസ എവിടെയെങ്കിലും മറിക്ക്. ആ ബക്കറ്റ് പിരിവിന്റെ ഷെയർ കിട്ടുമ്പോൾ അതങ്ങ് തരാം. നമുക്ക് ഓണസദ്യ അതൊന്നും വേണ്ട. കണ്ട് പഠിക്കട്ടെ നീയെങ്കിലും. അങ്ങനെ ഒരു നമുക്ക് ഓണക്കൊടിയൊന്നും വേണ്ട. എന്തിനാ? അത് തന്നെ വേണ്ട. എന്തായാലും ഓണമല്ലേ, ഈ ഓണക്കൊടിയൊന്നും വേണ്ട. ചെറിയൊരു ഊഞ്ഞാല് കെട്ടിത്തരൂ. ചെറിയൊരു ഊഞ്ഞാലെന്ന് പറയുമ്പോ ഒരു മരത്തിന്റെ ചുവട്ടില് കയറൊക്കെ ആടുന്ന ഊഞ്ഞാലല്ലേ? എന്റെ പൊന്നു മോളെ, തൽക്കാലം നമുക്കത് വേണ്ട കേട്ടോ. ഡാഡി പാർക്ക് ഉണ്ടാക്കി തരും. ഊഞ്ഞാലിന് മാത്രം ഒതുക്കണ്ട, ഇഷ്ടംപോലെ കാശുണ്ട്. ചിലപ്പോ ഇങ്ങനെ പിരിവിനൊക്കെ നടത്തി ബാക്കി വരുന്ന പൈസയും കൊണ്ടേ ഒരു പാർക്ക് ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും. ഞാൻ നമുക്ക് പാർക്ക് മാത്രമല്ല, ചിലപ്പോ ഇവിടെ ഒരു എയർപോർട്ട്, ഒരു കടലും ഒക്കെ ഉണ്ടാക്കിട്ട് കൊടുക്കും. എനിക്കൊരു ഊഞ്ഞാലും മതി. ഊഞ്ഞാൽ ഇപ്പൊ കെട്ടാൻ പറ്റില്ല മകളെ. ഡാഡി, എന്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഊഞ്ഞാലുണ്ട്. അയ്യോ, ഓണം വരുമ്പോ ഊഞ്ഞാല് വേണമെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഡാഡി തന്നെ ഇന്നാളൊരു ദിവസമാണെങ്കിൽ പ്രസംഗത്തിന്റെ ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോ ഡാഡി അതിന്റെ അകത്ത് എഴുതിയില്ലേ, ഓണം എന്ന് വിചാരിക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഊഞ്ഞാലാണ്, ഊഞ്ഞാലില്ലെങ്കിൽ ഓണമില്ല, അങ്ങനെ ഇത് പറഞ്ഞു. അതെ, രാഷ്ട്രീയക്കാർ അങ്ങനെ പല കള്ളവും പറയും. മക്കൾ അതൊന്നും കേട്ട് അതൊന്നും വിശ്വസിക്കണ്ട. അത് ഡാഡി വെറുതെ പറഞ്ഞ മാത്രമല്ല, ഇവിടെ ഊഞ്ഞാലിടാൻ പറ്റിയൊരു മരമില്ല. ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്തോന്ന് മരം? എവിടെ? അവിടെ. ഇവിടെ അതിനുള്ള മരം ഇല്ലാതെ എനിക്കറിയാം. നീ എന്നെ പഠിപ്പിക്കണ്ട. ചുമ്മാ ഇവിടെ ഊഞ്ഞാലൊന്നും ഇടാൻ പറ്റില്ല. തക്കളി, നീ നടക്കാത്ത കാര്യത്തിനെ പറ്റി ഇങ്ങനെ പൊടി. എന്റെ പൊന്നു കുഞ്ഞെ, ഊഞ്ഞാലിടാനൊന്നും നമ്മക്കറിയാൻ പാടില്ല. അതേ പറ്റും. ഒരു കയറെടുത്ത് തൂക്കിയിട്ട് ഒരു വിറകും കൂടെ എടുത്തങ്ങ് വെച്ച് കെട്ടണം. ഡാഡാ, ഈ ഊഞ്ഞാലിട്ട വേറൊരു വലിയ കുഴപ്പം പറഞ്ഞേട്ടാ ഡാഡി. ഊഞ്ഞാലിൽ കയറെന്ന് പറയുന്നത് ഭയങ്കര അപകടം പിടിച്ചത്. അത് കഴുത്തിലെങ്ങാനും ചുറ്റി അങ്ങനെ അപകടം ഉണ്ടാവാം. കയറ് പൊട്ടി താഴെ വീണ് കഴിഞ്ഞാൽ അവിടെ എവിടെ ഇടിച്ച് മുറിഞ്ഞ് പിന്നെ ആശുപത്രിയായി, അതിന്റെ ചെലവായി. ഒന്നാമത് നമുക്ക് ഇപ്പൊ തന്നെ ഓണം ആഘോഷിക്കാൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടാണെന്ന് അറിയാലോ. തക്കളെ, ഞാൻ കമ്പെടുക്കും. ഇതും കൂടെ കയറും കൂടെ നമുക്ക് ഊഞ്ഞാലാട്ടാം. അതിനല്ല, നിന്നെ ഇപ്പൊ പൊട്ടിക്ക് ഞാൻ കമ്പെടുത്തു. പോയി കളിക്ക്, പോ. മനസ്സിലാവില്ല. നമുക്ക് അടുത്ത കൊല്ലം അടുത്ത കൊല്ലം ഓണത്തിന് നമ്മൾ 2 ഓണം ആഘോഷിക്കാം. 2 ദിവസം കഴിഞ്ഞ് പാർക്കിൽ കൊണ്ടുപോകും ഊഞ്ഞാലാട്ടാം കേട്ടോ. നടക്കാത്ത കാര്യം പറയണ പാവത്തിനോട്. ഒന്നും നടക്കാൻ പോണില്ല. ശരിയാ, പാർക്കിലെ ഊഞ്ഞാലും കംപ്ലൈന്റ് ആണ്. ഞാൻ ഇന്നാള് പോയപ്പോ ചങ്ങലയൊക്കെ പോയി കിടക്കുകയായിരുന്നു. എന്താ എന്തേലും പറഞ്ഞ കൊച്ചിന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. നിനക്ക് ഒരു കാര്യം പറഞ്ഞാലും മനസ്സിലാവും. എന്താണ് നിന്റെ പ്രശ്നം? ഓണാഘോഷിക്കുന്നത് അത്രയല്ലേ ഉള്ളൂ. ഞാനത് വെട്ടി. ഓണം ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെ നീ വെട്ടണ്ട. കഴിച്ചതോടുകൂടി ഓണം പോയി. അതെ, ഞാൻ ആലോചിച്ചപ്പോഴേ ഒരു ഐഡിയ, പക്ഷെ അതൊരു നല്ല കാര്യമാണ്. നമുക്ക് ഇപ്രാവശ്യത്തെ ഓണേ നമുക്ക് എല്ലാവർക്കും കൂടെ സന്തോഷത്തോടു കൂടി പറയട്ടടി, സന്തോഷത്തോടു കൂടി നമുക്ക് കനകൻ്റെ പാവട അങ്ങ് ആഘോഷിച്ചാലോ? അപ്പുറത്തുണ്ടല്ലോ. വിളിക്കോ? എന്തിന്? ഒരു കാര്യം പറയാം. കനക, ഇങ്ങോട്ട് വന്നാണ്.
കാര്യം പറയട്ടെ. ഏതാണ്ട് സോപ്പിടാൻ വേണ്ടി വന്നാ ഏട്ടാ. പിന്നെന്താ മാമ, നമ്മളിങ്ങനെ ഓണമാകുമ്പോ പല ഓർമ്മകളൊക്കെ ഒതുക്കില്ലേ? അപ്പൊ നമ്മള് പറഞ്ഞോ. ഈ ഓണാവുമ്പോ നമ്മളിങ്ങനെ ഊഞ്ഞാലൊക്കെ ഇട്ട് ആടൂലേ? അപ്പം എന്റെ ക്ലാസ്സിലുള്ള എല്ലാവരും വെക്കേഷൻ മുമ്പേ പറഞ്ഞു ഇനി ഊഞ്ഞാൽ ആടും, വീട്ടിൽ ഊഞ്ഞാലൊക്കെ കെട്ടുമെന്നും. പിന്നെ ടീച്ചേഴ്സൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ എനിക്കൊരു ഊഞ്ഞാൽ ഇവിടെ കെട്ടിത്തരോ? ഊഞ്ഞാലൊക്കെ പഴയ കാലത്തുള്ള ഇപ്പൊ ആരെങ്കിലും ഊഞ്ഞാലിടുവോ? ആരും എന്റെ ക്ലാസ്സിലുള്ള എല്ലാവരും കെട്ടും. ആണോ? കൊച്ചിന്റെ ഒരു ആഗ്രഹം. പ്ലീസ് ഡാഡി പറഞ്ഞിട്ട് കേക്കല്ല, ഡാഡിയുടെ അടുത്ത് പറഞ്ഞിട്ട്. അത് ശരി. അപ്പൊ ക്ലീറ്റച്ചനോട് പറഞ്ഞു നീ വേണ്ടെന്ന് പറഞ്ഞാ? അമ്മയാ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു അമ്മ. അപ്പൊ പിന്നെ വേണ്ട. ഈ അച്ഛനും അമ്മയും വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ മാമൻ കെട്ടി തന്നു കഴിഞ്ഞാൽ മോശ. അവർക്ക് ഈ ഊഞ്ഞാല് കെട്ടാൻ വല്ല സമയമുണ്ടോ? നീ ഒരു ഊഞ്ഞാല് കെട്ടിക്കൊടുക്ക്. ഏട്ടാ അറിയാലോ, അവർക്ക് മടിയായിട്ടാണ് അതൊക്കെ കെട്ടിക്കൊടുക്കാൻ വേണ്ടിട്ട്. ഒരെണ്ണം കെട്ടിക്കൂട്. എടാ, പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ കാലവും ഒന്നും നീ പറയണ്ട. കൊച്ചല്ലേ, ഓണത്തിനൊരു ഊഞ്ഞാല് എല്ലാ കൊച്ചുങ്ങൾക്കും ആഗ്രഹമാണ്. വേണ്ട, നിന്റെ കൊച്ചുനാളിലേ കവിൽദാർ നിനക്കും തങ്കത്തിനും എന്തുമാത്രം ഊഞ്ഞാൽ എത്ര നാൾ കെട്ടിത്തണ്ടെന്നുണ്ടെന്ന് അറിയാമോ നിനക്ക്? എന്റെ പൊന്നേതാ ഈ മുറ്റത്തൊരു ആഞ്ഞിലുണ്ടായിരുന്നു. പിടിച്ചാ പിടി പറ്റത്തില്ല. അതിച്ച് മുറിച്ചു മാറ്റിക്കൊണ്ട് പോയത് ആനയെ കൊണ്ടുവന്നിട്ട് ഓലി എടുക്കാൻ വയ്യാത്തവണൊക്കെ പിടി പറ്റാത്തൊരു ആഞ്ഞിൽ. പൊന്നെ, കവിൽദാർ തന്നെ ഊഞ്ഞാലിടണം. അത് നിർബന്ധം. അങ്ങനെ അത് നിർബന്ധമായിരുന്നു. അത് കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. ഈ നാട്ടിലുള്ള എല്ലാവരും ഇവിടെ കൂടും. അതൊരാഘോഷം തന്നെയായിരുന്നു. അതുപോലെ അല്ലേടാ കൊച്ചിനും. കഴിഞ്ഞ അമ്മേ, കഥ കഴിഞ്ഞ? എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ എന്റെ കവിൽദാരം ഉണ്ടാക്കി തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അടി അന്തസ്സുള്ള ആണുങ്ങൾ. ഏട്ടാ, അച്ഛൻ ഇട്ടിരുന്ന പോലെ തന്നെ ഒരു ഊഞ്ഞാല് കുഞ്ഞിനിട്ടോട്. എന്നൊരു കാര്യം ചെയ്യ്, ഒരു ചെറിയ ഊഞ്ഞാലിടാ. ഒരു ഊഞ്ഞാലിട്ടാ പോരെ? നീ ഒന്ന് അടങ്ങി നിക്ക്. നീ പോട്ടാ കയറെടുത്തിട്ട് വാ. ഏത് കയറ്? ആ വെള്ളം കുറഞ്ഞ കയറില്ലേ? ഒന്ന് പോയടാ അവിടുന്ന്. കൊച്ചിന്റെ കാര്യത്തിൽ ഈ പിശുക്ക് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പോയൊരു പുതിയ കയറ് മേടിച്ചോണ്ടാ. നമുക്ക് കളർ കയറ് വേണം. എനിക്ക് പിങ്ക് പിങ്ക്. ഡി, നിന്റെ തലയെ കെട്ടാനല്ല കയറ്, ഊഞ്ഞാല് കെട്ടാനാ. വാട്സാപ്പിൽ ഫോട്ടോ ഒക്കെ ഇടാൻ നേരത്തെ സ്റ്റൈൽ വേണ്ട. ഈ മറ്റേ കയറിന് എന്താണ് കളറ്? റെഡ്, വൈറ്റ്, യെല്ലോ, അങ്ങനെ പല കളറില്ല. അതൊന്നുമല്ല, മറ്റേ ആ പോത്തിനെ കണ്ട കയറ് വാങ്ങിയാ മതി. അല്ലാതെ ഇങ്ങനെ അമ്മമ്മേരൊക്കെ മാട്ടിയിരുന്ന ആടാണുള്ളത്. അതിന് ഈ ഊഞ്ഞാല് പറ്റില്ല. അതിന് നല്ല ആട്ടുകട്ടില് പണിയാണ്. എന്നാ ഇവിടെ പണിയാ. ദേ തക്കളി, ആ കടയിലുള്ള കയറ് മാമൻ മേടിച്ച് ഊഞ്ഞാല് കെട്ടി തരും. അത്രയും മതി ഇപ്പൊ തൽക്കാലം. ഓക്കെ, ശരി. അപ്പോ ഊഞ്ഞാല് മാമ കെട്ടിത്തരാം കേട്ടാ. പോയിട്ട് വാ. ഈ ക്ലീറ്റച്ചനോട് ഊഞ്ഞാല് കെട്ടുന്നുണ്ട് എന്നുള്ള വിവരം ഇപ്പൊ പറയണ്ട. കെട്ടിക്കഴിഞ്ഞിട്ട് കണ്ടാ മതി. അല്ല, ആവേശം കാണിച്ചിട്ട് കാര്യമില്ല ആദ്യം. അപ്പൊ അത് മുടക്കും. അതാ പറയുന്നത്. പോയി മേടിച്ചോണ്ട് ആ കയറ്. അല്ല, ഞാൻ പോവാ. അതാ എന്തിനാ ഞാൻ പോയിട്ട് വാങ്ങിച്ചു നമ്മളെ. എനിക്ക് പിങ്ക് കളർ സെലക്ട് ചെയ്യണം. ഞാൻ ഏട്ടാ അവളെയും കൂടി കൊണ്ടുപോ. ചുമ്മാ ഏട്ടന്റെ കൂടെ വരാനും വേണ്ടിട്ടാ. എനിക്ക് 2 മുട്ടായി വാങ്ങണം. അവിടെ ചെന്ന് അത് വേണം ഇത് വേണം പറഞ്ഞ് ബഹളം ഒന്നും ഉണ്ടാക്കി കളയരുത്. മുട്ടായി വാങ്ങും ഞാൻ. അത് അമ്മമ്മയ്ക്ക് മാമിക്ക് വാങ്ങാം. മേടിച്ചോ 2 മിഠായും കൂടെ. എന്നാ ശരി. അല്ല, ഞാനേ ഈ ഡ്രസ് ഒന്ന് മാറ്റിയിട്ട് ഈ ഡ്രസ്സിന് ഇപ്പൊ എന്താ കുഴപ്പം? ഇത് മാറ്റി. ഇത് മതിയോ? ഓ പിന്നെ ഞാൻ ഒരുങ്ങിയത് കൊള്ളാം. കുറച്ചുകൂടെ എങ്ങനെ? നിന്നെ എവിടെ പോണ ഇവളെയും കൊണ്ട്? നമ്മള് മുളക് വാങ്ങാൻ പോകും. മുളക് പഞ്ചസാരയും വാങ്ങണം. ഓ കുറച്ച് പോ. നീ കാന്താരി, നിന്റെ മുഖത്ത് കള്ളത്തരണ്ട് കേട്ടാ. അത് സെൻസിബിളുണ്ട്. അല്ലളിയാ, ഈ വീട്ടു സാധനം മുഴുവൻ വാങ്ങിച്ച് കൊച്ചിന്റെ തലയിൽ വെച്ച് ചുമന്ന് കൊണ്ടുവരിക്കാനുള്ള പരിപാടിയാണ്. അതൊന്നും ഞാൻ ശീലിപ്പിച്ചിട്ടില്ല. പിന്നെ നില്ല്. ഓണാണ്. ഓണം നാളെ ഓണാണ്. ആഘോഷിക്കണ്ടേ? പിന്നെ ആഘോഷിക്കണം. ഈ ക്ലീറ്റോന് ഭയങ്കര ഐഡിയ ആയിട്ടാ വന്നേക്കണ. ക്ലീറ്റോ, നിനക്ക് സന്തോഷാവും. ആണോ? എന്താ ഐഡിയ പറ. ഒന്നുമില്ലളിയാ, കുറേ നാളായല്ലോ ഓണം ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ട്. അതെ അതെ. അപ്പോൾ എന്തായാലും ഈ ഓണം നമുക്ക് എല്ലാവരും കൂടെ ഒത്തൊരുമയോടുകൂടി സന്തോഷത്തോടെ ഓണം ഒന്ന് ആഘോഷിച്ചാലും. ഞാൻ പറഞ്ഞു കണ്ട അളിയന് സന്തോഷമാവും. ഞാൻ ഇത് എങ്ങനെ അളിയനോട് പറയുന്നു വിചാരിച്ചിരിക്കുന്നു. അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്യാം, എല്ലാരും കൂടെ നേരെ അങ്ങോട്ട് വരാം കേട്ടാ, രാവിലെ തന്നെ. അങ്ങനല്ലളിയാ, അവിടെ വരണതിന് കുഴപ്പമില്ല. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല്
പാത്രങ്ങൾ വീടിന് ഇവിടെ അല്ലേ ഇരിക്കണം, നമ്മളവിടെ 4-3-7 പാത്രമല്ലേ ഉള്ളൂ. അതൊന്നും ഒരു കുഴപ്പമില്ല, എല്ലാം എടുത്തിട്ടങ്ങ് വരാം. എന്താ പ്രശ്നം? മാത്രമല്ല കംപ്ലീറ്റ് വലയും പൊടിയും ആകെ പൊടിഞ്ഞൊക്കെ വീഴും. ജമന്തിക്ക് തുമ്മലുണ്ട്, അലർജി. എവിടെ വേണം നീ പറ. അവിടെ മതി. അല്ല അവിടെ നല്ലതാണ്, നല്ലതാണ്. പക്ഷെ എന്താ വെച്ചാലേ അമ്മയ്ക്ക് പാടില്ലല്ലോടാ, പാവം അതിന്റെ കാലൊക്കെ വേദനയാ. ഈ സ്റ്റെപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയ പാടാ അതിന്. അമ്മയുടെ കാര്യം ഓർത്ത് നീ വിഷമിക്കേ വേണ്ട. അമ്മയ്ക്ക് നടക്കാൻ പോയി ഞാൻ എടുത്തിട്ടേലും കൊണ്ടുവരും. അളിയാ ഇത് അമ്മയുടെ കാര്യം മാത്രമല്ല, ആലോചിച്ചു വന്നപ്പോ ഇതായിരിക്കണം മനുഷ്യൻ ഒറ്റയ്ക്ക് ഇവിടെ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളെല്ലാം കൂടെ അവിടെ ഇരുന്ന് ഓണം ആഘോഷിക്കണം. ശരിയാണോ? അയ്യോ അത് ഓർത്ത് നിങ്ങൾ വിഷമിക്കേ വേണ്ട. അച്ഛന് വിളമ്പി വെച്ച് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ. എന്നാലും അളിയാ ഇത് അങ്ങനെ തീരുമാനിച്ചു അളിയാ, ഇനി ഇതിലൊരു മാറ്റമില്ല അല്ലേ? അപ്പൊ അങ്ങനെ ശരി. അതെ അളിയാ ഒന്നുകൂടെ ഒന്നുമില്ല ഞാൻ പറഞ്ഞു. അളിയാ ഒന്ന് നിന്നേ. നീ ഇനി ഈ കാര്യങ്ങളെല്ലാം തലയിലേറ്റിട്ട് ഇന്ന് തുറക്കം കളയണ്ട. നാളത്തെ ചെലവിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടൊന്നും നീ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. എല്ലാവർക്കും ഓണക്കോഴി തങ്കത്തിനും നിനക്കും തക്കിളിക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഉള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നാളത്തെ ഓണസദ്യ അതിന്റെ ചെലവ് ഞാൻ എടുക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ല, ചുമ്മാ വേണ്ട. ഇതെനിക്ക് ചെയ്യണം. അളിയാ ഞാൻ വെറുതെ അവിടെ തന്നെ കൂടുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. ചിലവൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് വീട്. അപ്പൊ നാളെ എല്ലാവരും കൂടെ അവിടെ കൂടും, ചെലവ് ഞാൻ എടുക്കും. ടെൻഷൻ അടിക്കണ്ട. എന്റെ ആഗ്രഹത്തിന് ഞാൻ എതിര് നിന്ന് എന്ന് പറഞ്ഞ അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ ഒരു കാര്യം, അടുത്ത ഓണത്തിനെങ്കിലും എന്നെ ചിലവെല്ലാം നോക്കാൻ നീ ഒന്ന് അനുവദിച്ചു തരണം കേട്ടോ. ഇല്ല ഓണത്തിന്റെ ചിലവൊക്കെ ഞാനാ. വീണ്ടും അളി എന്നെ തോപ്പിക്കാം. ആവശ്യമില്ലാതെ അതൊന്നും വേണമെന്ന് പറയല്. എന്തെങ്കിലും ചെറിയ മുട്ടായിയോ കേക്കോ അങ്ങനെ വല്ല മേടിച്ചാൽ മതി. ഒരു നിമിഷം എന്റെ നെഞ്ചിനകത്ത് ഇടിവിടി സമാധാനമായ. ഇതൊരൊറ്റ ഏറിനതിലെ പോയിലും കണ്ടല്ലോ. ഇതിന്റെ ആരെയും കയറി കെട്ടി ഞാൻ മേലെ കയറി. ഇത്രയേ ഉള്ളു പണി. ഓക്കെ ഇവിടെ മതിയാ. കേറാറില്ല. ആദ്യം ബലമുണ്ടോ നോക്കട്ടെ. മാമ കയറി നോക്കട്ടെ. നേരെ കയറ്. കയറങ്ങോട്ട്. റെഡി. ഓക്കെ കേറ് കേറ്. റെഡി. ഓക്കെ ആടട്ടെ. പേടിനൊക്കെ പറഞ്ഞോട്ടോ പതുക്കെ ആട്ടു. അളിയാ എന്താണ് എന്ത് തോന്നി കൊച്ചു കൊച്ചു നീ എന്താണ് കൊച്ചെന്തെങ്കിലും പറഞ്ഞ ഉടനെ ചാടി ഇവിടെ ഊഞ്ഞാലേട്ടാണ് ചെയ്യണ്ടേ? ഊഞ്ഞാലേട്ട് നിനക്കെന്താ ഊഞ്ഞാലേട്ട കുഴപ്പമുണ്ട്. ഇതെന്താ അപകടം പിടിച്ച ഇറങ്ങി തക്കളി തക്കളി ഇറങ്ങി കളിക്കാതെ. അളിയാ നീ മാറിയാണ്. നീ തമാശ കളിക്കരുത്. ഇത് അത്ര വലിയ വിഷയമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാം. ഇത് വിഷയമുണ്ട്, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാതാണ് ഇത് കെട്ടിക്കൊടുക്കാൻ. രാവിലെ അവള് പറഞ്ഞിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചാൽ അറിയാമോ, ഇത് കുഴപ്പമാണ്, ഇതൊക്കെ വലിയ അപകടമാണ്. എന്താണ് എന്താ പ്രശ്നം? എന്താ പ്രശ്നം വെച്ചാൽ കൊച്ചിനെ ഊഞ്ഞാലൊന്നും നാട്ടിൽ ഇറങ്ങി ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം പറഞ്ഞില്ലേ. അളിയാ ഇതിൽ നിന്നെങ്ങാനും വീട് മുറിഞ്ഞു ഒടിഞ്ഞൊക്കെ വാരി വീണ വലിയ പ്രശ്നമാവും. കൊച്ചു സ്കൂളിൽ പഠിക്കാൻ പോളാണ്. എടാ നിനക്കുള്ള ദണ്ണം പോലെ തന്നെ എനിക്കും ദണ്ണുണ്ട്. അതൊക്കെ ഇപ്പൊ പറയും. ഇത് കഴിഞ്ഞ പിന്നെ കൊണ്ടു നടക്കാൻ ഞാനും തങ്ങ കാണുള്ളൂ. ചുമ്മാരി നിന്റെ അടുത്ത് ഞാൻ രാവിലെ മര്യാദക്ക് പറഞ്ഞു കേട്ടോ, ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും വേണ്ട. അതെ നീ ആവശ്യമാണ് സംസാരിക്കാൻ. ഒരു ഓണല്ലേ അങ്ങനെ ഓണം എന്ന് പറഞ്ഞിട്ട് ഈ തോന്നിയ ദിവസം നടക്കൂല. ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. നീ പാട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കൊച്ചിന്റെ ദേഹത്ത് മുറിവോ ചതവോ വല്ലതും വന്നാണ്ടല്ലോ രണ്ടുപേരും കൊണ്ട് നടന്നോളാം ആശുപത്രിയിൽ. അതിന് പൈസയും കൂടെ കരുതി വെച്ചോണം കേട്ടാ. വേണ്ട മുറിയാ വല്ലതും ചെയ്താ മാമന്റെ മാമിന്റെ കൂടെ അങ്ങ് പൊക്കോണം. വീട്ടിലോട്ട് വരണ്ട. ഇവനിത് എന്തിന്റെ കേടാണ്. വഷളാക്കാണ് ഇല്ല 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 അവിടെ നീ സാരടി കേറിക്കോ. കേറ്. നേരെ ഇരിക്കേ. ഇതെന്ത് മുഖം അത്?
ഇങ്ങനെ സങ്കടപ്പെട്ട് ആടാനാണെങ്കിൽ നീ ആടണ്ട, ഇറങ്ങിക്കോ. അശ്ശേ. ചിരിക്കാം അങ്ങോട്ട്. മതിയാ? ഏട്ടാ നല്ല എന്താണിത്? എവിടെയാണ് അമ്മാവാ? എന്താടാ ഇത് കലക്കിണ്ടല്ലോ? എന്റെ ഐഡിയ ആണ്, എന്റെ ഐഡിയ അവന്റെ ഐഡിയ അതെനിക്ക് വിശ്വാസമായി. നിന്റെ ഐഡിയ ഞാൻ അമ്മാവ കംപ്ലീറ്റ് ഡിസൈനാണ് കാണിച്ചു കൊടുത്തപ്പോ അവര് അത് കൂടെ കിട്ടി. ഡിസൈനിന്റെ ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലേ തമിഴ്നാട്ടിലെ പൂവില്ലെങ്കിലേ ഇപ്പൊ മലയാളികൾക്ക് ഓണത്തിന് പൂവിടാനും ഇല്ല. ഒറ്റ തുമ്പയോ ചെമ്പരത്തി ഉണ്ടോ നോക്കിയൊക്കെ അതില്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ മറ്റേ ഫ്ലെക്സിന്റെ കിട്ടും. നിന്റെ നെറ്റിയിലെന്താണ്? നെറ്റിയിലെന്താണ്? എവിടെ ഇടിച്ചു വീഴുന്നോ? ചന്ദനോ? ആ ഓണമല്ലേ, ഞാനൊരു കുറികൊട്ട് നോക്കിയപ്പോ എന്താ എന്താ ഇതൊക്കെ നിങ്ങളുടെ കുത്തകയാണോ? അല്ലല്ലോ, ആർക്കൂടല്ലോ. അതല്ല ദേശീയോത്സവം ആർക്കും വേണേ. ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ. ഇല മുറിക്കണ്ടേ? ഇലയൊന്നും മുറിച്ചില്ല ഇതുവരെ. അതൊക്കെ അവര് മുറിച്ചോളും. അതല്ല, ഇല മുറിക്കണ്ടേ? ഇതൊക്കെ അല്ലടാ ഒരു സന്തോഷം. ഇല കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ കൊണ്ടുവരാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണം. എനിക്ക് അവിടെ ഇരുന്നാ പോലെ. അയ്യോ, ഇവിടെ ഇപ്പൊ ഒരു വാഴയേ ഉള്ളൂ. അതിൽ നിന്ന് മുറിക്കാനേ പറ്റൂ. അതെ, ചേച്ചി അറിയണ്ട. കഴിഞ്ഞ പ്രാവശ്യം തന്നെ കഴിച്ച് അലമ്പായി പറഞ്ഞ ആകെ പ്രശ്നം. കഴിഞ്ഞ പ്രാവശ്യം അലമ്പാക്കിയത് ആരാ? ആരാ? വേണ്ട, ഇനി ഇപ്പോഴേ അലമ്പ് തുടങ്ങണ്ട. എന്നാ പാപ്പ, അല്ല ടച്ചിങ്സ് എന്തെങ്കിലും വേണ്ടേ? ടച്ചിങ്സ് എന്തെടുക്കും? ഉണക്കമീൻ കാണുമോ? ഓണക്കം ഓണായിട്ടല്ലേ? ഇവനെ ചേച്ചി എന്തെങ്കിലും അകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് ആരും കാണാണ്ട് എടുത്തോണ്ട് പോവാ. ഞങ്ങൾ അപ്പുറത്തേക്കാ. നിങ്ങൾ വിട്ടോ? സാധനം ഇവിടെ അല്ല, സാധനം അവിടെ നട്ടു വെച്ചിട്ടുണ്ടോ? തേങ്ങ ഇവിടെ തേങ്ങ. തേങ്ങ കിട്ടിയില്ലാന്ന് പറഞ്ഞില്ലേ? നീ പിന്നെ എന്ത് കാര്യത്തിന് നിക്കണതാ? നീ ഇവിടെ നിൽക്കണോ? എന്തേ? അല്ല, ഞാൻ നിന്റെ കുറച്ചു മുമ്പ് അവിടെ കണ്ടല്ലോ. ഞാൻ അവിടെയും കാണും ഇവിടെയും കാണും. ഭയങ്കര പണിയാട്ടെന്ന്. അതെ, എന്തേ എന്തായി കാര്യങ്ങളൊക്കെ? ഇപ്പൊ ആയിക്കൊണ്ടിരിക്കല്ലേ? വേഗം നോക്ക്. നോക്കല്ലേ? നോക്കാണ് ഏട്ടാ. തങ്ക എങ്ങനെ പോയി? തങ്ക അതാ തേങ്ങ അന്വേഷിച്ച് പോയതാണല്ലോ. എടി ആ സ്റ്റൗവിന്റെ അടിയിലുണ്ടോ നോക്കിയ തേങ്ങ? അടിയിലെ സ്ഥലത്ത് ഇല്ല. ആ കുട്ടിക്ക് ഒഴിഞ്ഞാലും കിട്ടുമെടുത്തൂലേ? അത് നന്നായിട്ടോ. അപ്പൊ പാട്ടതാ. പിന്നെ അപ്പൊ പാട്ടില്ല. തക്കിളി കുട്ടി നേരെ പിടിച്ചിരുന്നു കേട്ടോ. ഒന്നേമ്പോ ഓമനയായി വളർന്നുണ്ണി. രണ്ടേമ്പോ രണ്ടിലം പൂക്കു വളർന്നുണ്ണി. മൂന്നേമ്പോ മുലയുണ്ട് പൂതനെ കൊന്നാനുണ്ണി. നാലേമ്പോ നാരായണനെന്നു പേരുണ്ണി. എന്താ അമ്മാവാ, ഞാൻ ഈ കനകനോട് ഞാൻ പറഞ്ഞു, ഇത് ഇവിടെ കെട്ടരുത്. അവളതിൽ നിന്ന് ഇറങ്ങൂലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നെ ക്ലീറ്റസ് ഓണല്ലേ? ഓണത്തിന് 2 ദിവസം ആടും. അത് കഴിഞ്ഞ് അയച്ചു വെച്ചാ പിന്നെ അവൾ എവിടെ കയറിക്കാനാ? അമ്മാവാ, ഇത് അപകടമാണിത്. പിന്നെ ഇങ്ങോട്ട് നാട്ടിലാരും ഊഞ്ഞാലിട്ട് ആടണമെന്നില്ല. ഞാൻ എന്റെ ചെറുപ്പത്തിൽ ഒരുപാട് ഊഞ്ഞാലാടി. എപ്പോഴും 2 കല്ല് നിൽക്കില്ല ഇവിടെ. തക്കളി മോള് പോ മക്കളെ. എന്റെ ആളെ ഒരു കുഴപ്പമില്ലെന്ന്. കൊച്ചത് വീണത് ദോഷമാണ്. പിന്നെ അറിയട്ടെ, നീ പോ. ഇത്ര നേരം കുഴപ്പമൊന്നും ഉണ്ടായില്ലോ. നേരെ വെളുത്തതിൽ കയറിയാണ്. എത്ര വരെ പാടി? 5 4 അല്ലേ?
അഞ്ചേ അഞ്ചേ അപ്പോ നീ പോ നിന്നെ വിളിച്ച ഭക്ഷണം കഴിക്കാം വന്നു വന്നു ഡീസന്റ് ആവണം ഞാൻ പറഞ്ഞു അതിനെ നല്ലൊരു ദിവസമായിട്ടെങ്കിലും ഒന്നും മിണ്ടായിട്ടാ ക്ലീറ്റസേ ഒന്നിങ്ങോട്ട് വരുവോ? കുട്ടികളൊരു കാര്യം പറഞ്ഞു കൊടുക്കും പിന്നെ നമ്മളത് ചെയ്തു കൊടുക്കണ്ടല്ലോ. അങ്ങനെ കുട്ടികളെ പറയണ എല്ലാ താളത്തിനും ഓണത്തിന്റെ സംഭവല്ലേ? ഓണായതുകൊണ്ടല്ലേ? എന്താണ് ഓണായതുകൊണ്ടല്ലേ ഇപ്പൊ ഇത് ഇട്ടാ? എന്റെ ആളെയാ ഇതൊക്കെ ആവശ്യമില്ലാത്ത ദുർവാശിയാ. ഒരു ദുർവാശിയില്ല. അതെ ഊണ് കഴിഞ്ഞിട്ട് അപ്പൊ ഒന്നും ചെയ്യണ്ട, അപ്പൊ മര്യാദക്ക് ഇരുന്നാ മതി. എന്തോന്ന് ക്ലീറ്റസേ നീ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ ചുമ്മാ കിടന്ന് വളവളവളാന്ന് പറഞ്ഞു. ആ ഊഞ്ഞാലിട്ട് കൊടുത്താണ് പ്രശ്നം. അതിനിപ്പോ എന്താ? എന്താണ് കുഴപ്പം? ഓണല്ലേ? ഞാനേ ഒരു കാര്യമില്ലാതെ ഒന്നും സംസാരിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയാലോ. ഇന്നലെ അളിയനോട് ഞാൻ പറഞ്ഞാണ് ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോണ്ട ആ കുന്ത്രണ്ട് ഇവിടെ കെട്ടേണ്ട കാര്യമുണ്ട് അമ്മ. അല്ല അതിനിപ്പോ എന്തോ സംഭവിച്ചത്? എന്റെ അമ്മ അത് ഭയങ്കര അപകടമാണെന്നേ. ആ കുന്തത്തിൽ നിന്ന് എങ്ങാനും താഴെ വീണാ എന്ത് ചെയ്യും? താഴെ വീണാലല്ലേ വീഴില്ലല്ലോ. എങ്ങനെ വീണത്? പറഞ്ഞ എങ്ങനെയാ വീണ് കഴിഞ്ഞിട്ട് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിനക്കെന്താ ഊഞ്ഞാലിനോട് ഇത്ര വൈരാഗ്യം? ഇത് നിർത്ത്. ഞാൻ പറഞ്ഞ കാര്യമുണ്ട് വാസലെ, നിനക്കറിയാമോ എനിക്ക് അനുഭവമുണ്ട്. എന്റെ പാലാല ഒരു കൊച്ചപ്പച്ചന്റെ മോ ഇപ്പോഴും കിടക്കുകയാണ് ഊഞ്ഞാലിൽ നിന്ന് വീണിട്ട് നെട്ടല് പൊങ്ങാതെ. ഒരു മൊയില് ചക്ക കൊണ്ട് ചത്തുന്ന് എഴുതി എല്ലാ മൊയിലും ചാവില്ല. ഞാനും ചെറുപ്പത്തിലെ കുറെ ഊഞ്ഞാലാടി തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കില്ലേ. ഇതാ എന്റെ അവിൽദാറ് അളിയൻ. ഈ ഒരു തങ്കും കനകനും കുട്ടികളായിരിക്കുമ്പോ ലീവിന് വന്നു കഴിഞ്ഞാൽ ഊഞ്ഞാലിരുത്തിയുടെ ഒരു ആട്ടലുണ്ട് ഇങ്ങനെ നല്ല രസമായിട്ട്. നീ ഒരു അക്ഷരം മിണ്ടി പോകരുത്. നീ ഒറ്റ എടുത്തനാണ് ഈ പിള്ളേരെ ഇങ്ങനെ വഷളാക്കുന്നത്. നാൾക്ക് ഇങ്ങോട്ട് കയറി വന്ന് ഞാൻ അപ്പോഴും പറഞ്ഞ അമ്മ അവനോട് വേണ്ടത് പറഞ്ഞ കേക്കണ്ട അമ്മ. കഴിഞ്ഞ ഓണം അമ്മ ഇതുപോലെ ചളവാക്കി. ക്ലീറ്റൊക്കെയുള്ളത് ഞാൻ തരുന്നുണ്ട്. എനിക്ക് എല്ലാരും കൂടി ഇരിക്കുമ്പോ വിളമ്പിയാ മതി. അതെ അച്ചാറാണ് ആദ്യം വിളമ്പണ്ട. അത് അച്ചാറില്ലാണ്ട് എന്തോ ഓണം? അല്ല അളിയോ ആ ഇല മുറിച്ചെടുത്ത് അത് പറ്റില്ല. നിനക്ക് അച്ചാറില്ലാണ്ട് ചോറിനെ പറ്റില്ല. അച്ചാറ് വേണം. അച്ചാറില്ലാതെ ഇന്നത്തേക്ക് കഴിക്കുക. ഓണത്തിന് അച്ചാറ് വേണം. അങ്ങനെ അമ്മാവൻ പോയിട്ട് അടുത്ത ഓണത്തിന് ഈ ഓണത്തിന് ഈ വീട്ടിൽ അച്ചാറില്ല. എന്തേ ഇല മുറുക്കി പോയി അച്ചാർ എടുത്തോണ്ട് വാ. എടാ പോയ അച്ചാർ എടുത്തോണ്ട് വരാ. അതിനാരും അച്ചാറ് വെച്ച് എടാ നിന്റെ അടുത്താ പറഞ്ഞത് പോയ അച്ചാർ എടുത്തോണ്ട് വരാ. ചേച്ചി ഓണത്തിന് അച്ചാറ് നിർബന്ധമല്ല. എനിക്ക് നിർബന്ധം അച്ചാറും കൂട്ടി ആൾക്ക് ചോറ് കൊടുക്കണമെന്നുള്ളത്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോവാമോ? ഞാൻ പോയിട്ട് എടുത്തിട്ട് ഒരു സമാധാനം ഇല്ലാത്തൊരു ഓണമായി പോയല്ല. സാമ്പാർ ഒഴുകി തങ്കം